ശ്രീ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കാനുള്ള, മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനം വാസ്തവത്തിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിനിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പൊതുവായി ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി നടത്തുന്ന കോൺഗ്രസ് CPM ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കരിവാരിത്തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ പരിപൂർണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP-ക്ക് പുറമെ മന്ത്രിസഭയിൽ ആർക്ക് പ്രാതിനിധ്യം നൽകണം എന്നുള്ള വിഷയം വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ക്രൈസ്തവ സമുദായത്തെ അംഗത്തെ ആ ചുമതലയെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രൈസ്തവ സമുദായത്തിനോട്, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോട് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്ന തുല്യതയുടെ മനോഭാവം, ആ മനോഭാവമാണ് വ്യക്തമാകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് തൃശ്ശൂരിൽ നിന്നൊരു ജനപ്രതി ഉണ്ടാകും. ഒരു ക്യാബിനറ്റ് റാങ്കാണ് പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സുരേഷ് ഗോപി ഒരു സഹമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തുന്നത്, അത്തരം വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെക്കുറിച്ച്, അതിൻ്റെ ന്യായാന്യായങ്ങൾ കുറിച്ച് മറുപടി പറയാനുള്ള ശേഷി എനിക്കില്ല. അങ്ങനെയൊന്നും എനിക്കറിയില്ല. പുനഃസംഘടന സമയമാണോ? ആണോ? എനിക്കറിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞിരിക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടന നടന്നു. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും പുനഃസംഘടന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വിദേശകാര്യ മന്ത്രാലയത്തിൽ എല്ലായ്പ്പോഴും സർക്കാരുകൾ വരുമ്പോൾ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങാണ് അവസാനമായ മലയാളി സാന്നിധ്യം. ഈ 2 സഹമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ സാഹചര്യത്തിൽ വകുപ്പുകളെക്കുറിച്ച് നമ്മളിപ്പം വെറുതെ ഊഹാപോഹങ്ങളിലേക്ക് കടക്കുന്നതിൽ കാര്യമില്ല. അതൊക്കെ കാരണം ഊഹാപോഹങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ധാരാളം ഊഹാപോഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. നിങ്ങൾ ആരുടെയും സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ രൂപീകരണത്തിലുണ്ടായിരിക്കുന്നത്. അതേപോലെ കേരളത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും വകുപ്പുകളുടെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസം. തിരുവനന്തപുരം ജില്ല, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആറ്റിങ്ങൽ മണ്ഡലമാണ്. അതുകൊണ്ട് അണ്ടൂർ കോണത്തിൻ്റെ റോഡിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യമൊക്കെ നോക്കും, റോഡിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കില്ല എന്നുള്ള സമീപനം എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പോസ്റ്റ് ട്വിറ്റർ പേജിൽ നിന്ന് മോദി കാ പരിവാർ ഒഴിവാക്കി, ഒപ്പം തന്നെ ആദ്യം വന്നൊരു പോസ്റ്റ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് വീണ്ടും പോസ്റ്റ് ഇട്ടു. അതിൽ പറയുന്ന കാര്യം ഇല്ല, അതെൻ്റെ ഇന്റേൺ ആയിട്ടുള്ള ആൾ ഇട്ട പോസ്റ്റാണെന്നൊക്കെ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അത് ആ പോസ്റ്റ്. അത് അദ്ദേഹത്തെ പോസ്റ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്കൊരു അതിർത്തി തോന്നിയിട്ടില്ല. അത് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ തിരുവനന്തപുരത്ത് റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. മന്ത്രിസഭാ യോഗത്തിലും അതിനുശേഷം രാഷ്ട്രപതി നൽകിയ വിരുന്നിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പങ്കെടുത്തത്. ഞങ്ങൾ ധാരാളം സംസാരിച്ചു, അടുത്തടുത്തിരുന്നിട്ടാണ്. അങ്ങനെയുള്ള ഇതൊന്നും, അതായത് ഈ മികച്ച പ്രകടനം എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. കാരണം എന്ന് വെച്ചാൽ അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ജയത്തിന് വളരെ അടുത്ത് വരെ എത്തി. ഇത്തവണ ജയിച്ചില്ല. അപ്പോൾ എന്താ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തുടരുക. അത് നേരത്തെയും ഈ തെരഞ്ഞെടുപ്പിന് മുൻപും ഞാൻ അതാണ് ചെയ്തിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും അത് തന്നെ ചെയ്യും. കഴക്കൂട്ടത്തേക്ക് വീണ്ടും മത്സരിക്കാൻ എത്തും നിയമസഭ. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. തിരുവനന്തപുരം ജില്ലയുണ്ടല്ലോ, ആ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ല. കാരണം ഇത്രയും കാലം മാധ്യമങ്ങളെല്ലാവരും
തിരുവനന്തപുരമാണ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമേ ബി ജെ പിക്ക് സാധ്യതയുള്ളൂ എന്ന് കരുതിയിരുന്നത് ഇപ്പോൾ സാഹചര്യം മാറി. തിരുവനന്തപുരം പോലെ തന്നെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അംഗീകരിക്കുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും 2 അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഒരു വലിയ നേട്ടമാണ് തീർച്ചയായിട്ടും. എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ വിധത്തിലുള്ള ആളുകളും മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത തരത്തിൽ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം ചില പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ല. അങ്ങനൊരു റെപ്രസെന്റേഷൻ ഉണ്ടാകേണ്ടതല്ലേ? അതായത് നരേന്ദ്രമോദി സർക്കാർ എല്ലായ്പ്പോഴും ചെയ്യുന്നത് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക. സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. ഹജ്ജ് കോട്ടയുടെ കാര്യത്തിൽ, ഹജ്ജിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹജ്ജ്. ഈ സർക്കാർ ചെയ്ത അത്രയും കാര്യങ്ങൾ ഇതിനു മുൻപുള്ള ഒരു സർക്കാർ ചെയ്തിട്ടില്ല. ഈ വർഷം ഹജ്ജിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ന്യൂനപക്ഷ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ സന്ദർശനം നടത്തി, മദീനയിൽ സന്ദർശനം നടത്തി. അവിടുത്തെ ഹജ്ജ് തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനത്തിലടക്കം സംബന്ധിച്ചു. ഹജ്ജിൻ്റെ കോട്ട ഏതാണ്ട് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മുടേത്. നമ്മളത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി പുതിയ സർക്കാർ ഭരണമേറ്റെടുത്ത സ്ഥിതിയിൽ ആ സർക്കാർ ഈ ശ്രമം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ അതിലൊരു പ്രശ്നമല്ലേ, താങ്കൾ തന്നെ ആദ്യം പറഞ്ഞു ക്രിസ്ത്യൻ സമുദായത്തെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ജോർജ് കുര്യനെ ഉൾപ്പെടുത്തിയതിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തുന്ന തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയെ കരിവാരിത്തേൽക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള മറുപടിയാണിത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു, അതുകൊണ്ട് ജോർജ് കുര്യൻ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ജോർജ് കുര്യൻ ഇല്ലാത്തത് കൊണ്ടോ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആളില്ലാത്തത് കൊണ്ടോ ക്രൈസ്തവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസും CPM-ഉം നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇനി അവരെന്ത് പറയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷെ അതിന് കുറച്ചുകൂടെ ഒരു മറുപടി നൽകാൻ കഴിയുന്നത് ഒരു മുസ്ലിം പ്രാതിനിധ്യം കൊണ്ടുവരുമ്പോഴാണ്. അത് നിങ്ങളുടെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായം BJP-ക്കില്ല. അല്ല, BJP എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കും. ശരി.